Hi friends, welcome back to day 20, 30-day study plan of Laboratory Assistant 10th Mains Examination. നമ്മൾ കാത്തിരുന്ന ലബോറട്ടറി അസിസ്റ്റൻ്റ് മെയിൻസ് എക്സാമിനേഷൻ്റെ ഹോൾ ടിക്കറ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഹോൾ ടിക്കറ്റൊക്കെ ഡൗൺലോഡ് ചെയ്ത് എവിടെയാണ് സെൻറ്റർ എന്നൊക്കെ നോക്കി ഉറപ്പുവരുത്തുക. നേരത്തെ തന്നെ ഹോൾ ടിക്കറ്റൊക്കെ പ്രിൻ്റ് എടുത്ത് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഡേ 20 നാളെയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഡേ 20യിൽ നമുക്ക് പഠിക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം മാത്സിൽ ക്ലോക്കും പ്രതിബിംബവും ആ ഒരു ഭാഗം നിങ്ങൾ പഠിക്കുക. ക്ലോക്ക്, പ്രതിബിംബം. ഓക്കെ, ഇനി ഇംഗ്ലീഷിലേക്ക് വരാം. ഇംഗ്ലീഷിൽ പ്രിപ്പോസിഷൻസ് ആണ് പഠിക്കേണ്ടത്. പ്രിപ്പോസിഷൻസ് പഠിക്കുക. മലയാളത്തിൽ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, കേരള പുരസ്കാരങ്ങൾ, വ്യാസ സമ്മാനം, പിന്നെ സരസ്വതി സമ്മാൻ, ഈ 3 ടോപ്പിക്സാണ് മലയാളം ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. പിന്നെ ഇത് കൂടാതെ ഇംഗ്ലീഷിലും മലയാളത്തിലും നിങ്ങളുടെ സമയമനുസരിച്ച് മെം സീരീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പ്രയാണം ഇന്നലകളിലൂടെ എന്ന ചാനലിൽ മെം സീരീസ് കിടക്കുന്നുണ്ട്. 1-2 ഫയലുകളുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മളുടെ സമയം അനുസരിച്ച് ചെയ്തെടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഇനി കറണ്ട് അഫയേഴ്സ് നവംബർ 2024 നിങ്ങൾ പഠിക്കുക. അതോടൊപ്പം ജാനുവരി 2024 കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്തെടുക്കുക. കറണ്ട് അഫയേഴ്സിൽ സ്വരാജ് ട്രോഫിയും നെഹ്റു ട്രോഫി വള്ളംകളിയും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട് ഈയിടെയായിട്ട്. അപ്പോൾ ആ ഒരു ഭാഗം, സ്വരാജ് ട്രോഫി പഠിക്കുമ്പോൾ ഏതൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്, കോർപ്പറേഷനാണ്, മുനിസിപ്പാലിറ്റിക്കാണ് പ്രൈസ് കിട്ടിയിട്ടുള്ള ആ ഒരു പേര് മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അതുപോലെ നെഹ്റു ട്രോഫി വള്ളംകളി ഈ ഏറ്റവും റീസെൻ്റായിട്ട് നടന്നിട്ടുള്ളതും അതിലെ വിജയികൾ ആരാണ്, അതുപോലെ തൊട്ട് ബാക്കിൽ നടന്നിട്ടുള്ള തുടർച്ചയായിട്ടുള്ള 2 വർഷങ്ങളിലെ കാര്യങ്ങൾ നിങ്ങളത് നോട്ട് ചെയ്ത് വയ്ക്കുന്നത് നല്ലതാണ്. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് SCERT ഹോട്ട് ചാപ്റ്റേഴ്സിലേക്ക് വരാം. SCERT ഹോട്ട് ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ടത് 8th സ്റ്റാൻഡേർഡിൽ 19th ലെസൺ 19ാമത്തെ ചാപ്റ്റർ ഉണ്ട്, ശബ്ദം എന്ന് പറഞ്ഞിട്ട്. നല്ലൊരു ചാപ്റ്ററാണ്. കുറച്ചധികം കാര്യങ്ങൾ ആ ഭാഗത്ത് നിന്ന് പഠിക്കാനുണ്ട്. എന്ന് വെച്ചാൽ വളരെ ടഫായിട്ടുള്ള ചാപ്റ്റർ ഒന്നും അല്ല, നിങ്ങൾ പഠിച്ചെടുക്കണം. അതിന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്ക് ഞാൻ ഹോട്ട് ടോപ്പിക്കിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. കാരണം ശബ്ദം എന്ന മേഖലയിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം ഈ ഒരു ലെസണിലുള്ളത് കൊണ്ട് പിന്നെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ആ ശബ്ദം നിങ്ങൾ അവിടെ പഠിച്ചു കഴിയുമ്പോൾ തന്നെ അതിൽ വേണ്ട പോയിൻറ്റ്സ് എല്ലാം ആയി കഴിഞ്ഞു. ഇനി ഹോട്ട് ടോപ്പിക്സ് പറയാം. അളവുകളും യൂണിറ്റും, അതുപോലെ ഗുരുത്വാകർഷണം, ദർപ്പണം, മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം. ഇത്രയും കാര്യങ്ങളാണ് ഹോട്ട് ടോപ്പിക്സിൽ പഠിക്കേണ്ടത്. അളവുകളും യൂണിറ്റും, ഗുരുത്വാകർഷണം, ദർപ്പണം, മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം എന്നുള്ള കാര്യങ്ങൾ കേട്ടോ. ഇനിയും ഹോട്ട് ടോപ്പിക്സ് റിവിഷൻ ഏതൊക്കെയാണ്? ഓൾറെഡി നമ്മൾ കവർ ചെയ്ത് വെച്ചിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് റിവൈസ് ചെയ്തെടുക്കണം അല്ലേ. സർക്കാർ പദ്ധതികൾ ഞാൻ പറഞ്ഞു നിങ്ങളോട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 വീഡിയോസാണ്. അത് 2 നിങ്ങൾ കാണണം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കാം. വേറെ ഒരു വീഡിയോയും നിങ്ങളോട് ഞാൻ ഇത്രയും നിർബന്ധമായിട്ട് കാണണം എന്ന് ഒരിക്കലും പറയില്ല. ഈ ഒരു 2 വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ടും കാണണം. അതിൽ നിങ്ങൾക്ക് ഷുവറായിട്ടും മാർക്ക് കിട്ടും. അടുത്തത് നെറ്റ്വർക്ക് ഡിവൈസസ്, അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ. പിന്നെ ഉപദ്വീപീയ പീഠഭൂമി എന്ന ആ ഒരു ടോപ്പിക്ക് കൂടി നിങ്ങൾ റിവൈസ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയാകുമ്പോൾ ഡേ 20ലെ ടോപ്പിക്സ് കഴിഞ്ഞു. ഇനി അങ്ങോട്ട് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് കുറച്ച് അധികം കാര്യങ്ങൾ പഠിച്ചെടുക്കാനായിട്ടും റിവൈസ് ചെയ്തെടുക്കാനായിട്ടും സാധിക്കുകയുള്ളൂ. ഒരു ഭാഗത്ത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് വലിയൊരു മണ്ടത്തരമായിട്ട് മാറും. ഹോൾ ടിക്കറ്റ് ഇന്ന് വന്നിട്ടുണ്ട്, നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. എവിടെയാണ് സെൻറ്റർ എന്നൊക്കെ നോക്കി പരിചയപ്പെടുക. അപ്പോൾ ഹോൾ ടിക്കറ്റ് വന്നു എന്ന് പറയുമ്പോൾ ഇനി നമ്മളുടെ മുന്നിൽ ആകെ 10 ദിവസമേ ഉള്ളൂ അല്ലേ. 10 അല്ലെങ്കിൽ 11 ദിവസമാണ് നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് ഉള്ളത്. അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും പഠിച്ചു തുടങ്ങാനുള്ള സമയമുണ്ടെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇപ്പം നമ്മൾ പഠിച്ചു തുടങ്ങിയാൽ അത് നമ്മൾക്ക് ASM എക്സാമിന് വേണ്ടിയിട്ട് വലിയൊരു അസറ്റാണ്. അപ്പോൾ അതുകൊണ്ട് പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഠിച്ചു തുടങ്ങിക്കോളൂ. ധൈര്യമായിട്ട് പഠിച്ചു തുടങ്ങാം. ഇതേ സിലബസ് തന്നെയാണ് നമ്മൾ ASM എക്സാം എഴുതാൻ പോകുമ്പോൾ അവിടെയും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പഠിക്കുന്ന കാര്യങ്ങൾ അവിടെയും കൂടി നമ്മൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ്. ഈ സമയത്ത് ഇനി മാറ്റിവെക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, നമ്മുടെ ലൈഫിൽ കുറേ കാര്യങ്ങൾ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മാറ്റിവെക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട് ഒരു 10-15 ദിവസത്തേക്കല്ലേ ഒന്ന് മാറ്റിവെച്ചിട്ട് നിങ്ങൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരെന്ത് ചെയ്യണം? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കുക. നിങ്ങളുടെ എന്ത് അഭിപ്രായങ്ങളും കമൻസിൻ്റെ രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതാണ്. വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.